എല്ലാവർക്കും ഹോബി ഡയറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ആർക്ക് വേണേലും ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു DIY പ്രൊജക്റ്റാണ്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് എങ്ങനെ സ്റ്റഡ് ടൈപ്പിലുള്ള കുറച്ച് കമ്മലുകൾ ഉണ്ടാക്കാനാണ് നോക്കുന്നത്. ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച കുറച്ച് സ്റ്റഡ്സ് ആണ്. ഈ സെയിം ടൈപ്പിലുള്ളത് എങ്ങനെയാണ് പെട്ടെന്ന് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഒരെണ്ണം ഉണ്ടാക്കാൻ പറ്റുന്നതെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇത് കുറച്ച് ബട്ടണാണ്. ഡ്രസ്സിൽ നിന്നൊക്കെ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ബട്ടണാണ്. അത് വെച്ചാണ് ഈ കമ്മലുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം ഞാൻ കുറച്ചെണ്ണം ഉണ്ടാക്കി കാണിക്കാം. ഇതിനായിട്ട് ഓരോ പെയർ ആയിട്ടുള്ള ബട്ടൺസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഇയറിംഗ് പോസ്റ്റ് അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ആ സാധനം കൂടെ നമ്മൾ വാങ്ങിച്ചു വെക്കണം. വളരെ ചീപ്പായിട്ട് തന്നെ ഓൺലൈനിലൊക്കെ നമുക്ക് ഇത് അവൈലബിൾ ആണ്. ഇത് പല വലിപ്പത്തിൽ വരുന്നുണ്ട്. ഇപ്പം ഇത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ 2 ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഇത്. അതിൻ്റെ കൂടെ നമുക്ക് അതിൻ്റെ ബാക്ക് പീസും കിട്ടും. ഇതെല്ലാം കൂടെ ഒന്നിച്ചാണ് വരുന്നത്. ഇത് പല വലിപ്പത്തിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇയറിംഗ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചെറുതാണെങ്കിലും മതി. പക്ഷേ ഇതുപോലെ ഈ ബീഡ്സ് വർക്കോ അല്ലെങ്കിൽ സ്റ്റോൺ വർക്കോ ഒക്കെ ഉള്ള എന്തെങ്കിലും വെച്ചാണ് നമ്മൾ കമ്മലുണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ പരന്ന തരത്തിലുള്ള ഇയറിംഗ് പോസ്റ്റ് ആയിരിക്കും കുറച്ചും കൂടെ ഒരു സപ്പോർട്ട് കിട്ടുന്നത്. പിന്നെ ഞാൻ ഇതിന് വേണ്ടി എടുത്തേക്കുന്നത് കുറച്ച് എംബ്രോയ്ഡറി നൂല്, പിന്നെ കുറച്ച് ചെറിയ സ്റ്റോൺസ് ഒട്ടിച്ച് വെക്കാനായിട്ട്. ഓക്കെ, നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതിപ്പം ബട്ടൺ ആയതുകൊണ്ട് തന്നെ ഒരു ബട്ടൺ ഫിനിഷിങ്ങിൽ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഈ എംബ്രോയ്ഡറി നൂലെടുത്തേക്കുന്നത്. സാധാരണ ബട്ടൺ നമ്മൾ തുന്നി പിടിപ്പിക്കുന്ന പോലെ തന്നെ 4 കോണിൽ കൂടെ നൂല് കയറ്റി ഇറക്കി ബാക്കിൽ ടൈ ചെയ്ത് വെക്കും. അതിനുശേഷം ഹോട്ട് ഗ്ലൂ കണ്ടുകൊണ്ട് ആ പോസ്റ്റ് അതിന് ബാക്കിൽ പിടിപ്പിച്ചിട്ട് ഉണങ്ങാൻ വെച്ചിട്ട് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. അത്രയേ ഉള്ളൂ കാര്യം. ആർക്കായാലും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഇയറിംഗ് പോസ്റ്റ് പ്ലാസ്റ്റിക്കിൻ്റെ അവൈലബിൾ ആണ് കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ വേണമെങ്കിൽ അത് കുറച്ചും കൂടിയും ചീപ്പാണ്. ഇപ്പം നമ്മൾ ഇതുപോലെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു കമ്മലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ പ്ലാസ്റ്റിക്കിൻ്റെ പോസ്റ്റ് വാങ്ങിച്ചാലും മതി. മെറ്റൽ വേണമെന്നൊന്നുമില്ല. ഇത് ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാനങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. ഈ സമയത്ത് തന്നെ നമുക്ക് ഹോട്ട് ഗ്ലൂ ഗണ്ണ് അതൊന്ന് ചൂടാവാനായിട്ട് കുത്തിയിടാം. പിന്നെ ഇപ്പോഴത്തേക്കും നമുക്കിതെല്ലാം ഒന്ന് ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യുമെന്നും പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒരു പ്രാവശ്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും, റൈറ്റ് കാണാൻ പറ്റും, ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ തൽക്കാലത്തേക്ക് ബൈ ബൈ. ഹാപ്പി ക്രാഫ്റ്റിംഗ്.